രേണുസുതി വമ്പൻ PR പുറത്ത് സെറ്റ് ചെയ്തിട്ടാണോ അകത്ത് കളിക്കാനായിട്ട് പോയത്? മാത്രമല്ല, രേണുസുതിയുടെ ഒരു വീഡിയോ ഇപ്പൊ വൈറൽ ആവുന്നുണ്ട്, പുറത്ത് നിന്നുകൊണ്ട് വോട്ട് ചോദിക്കുന്നത്. ഇതെങ്ങനെ രേണുസുതി ബിഗ് ബോസിനകത്തുനിന്ന് വന്നാ? കുറേ പേർക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്. ആക്ച്വലി ഇത് എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് വേറെ ഒന്നുമല്ല, ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോയാണ്. ഇത് ഇത്ര പോലും കണ്ടിട്ട് ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധികൾ ആരാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ തന്നെ ആദ്യത്തെ ആഴ്ച ഞാൻ നോമിനേറ്റഡ് ആവുകയാണെങ്കിൽ ഇടാനുള്ള വീഡിയോ ഇതാ. രണ്ടാമത്തെ ആഴ്ചയിൽ ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, മൂന്നാമത്തെ ആഴ്ചയിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് രേണുസുതി എന്നല്ല, നിങ്ങൾ തമിഴ് ബിഗ് ബോസ് കണ്ടു നോക്കണം. അവർ ആദ്യത്തെ ഒരു 80 ദിവസത്തെ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഫോട്ടോഷൂട്ടുകൾ, ഓരോ ഇതിൻ്റെയും കൊളാബുകൾ, കൊണ്ടുപോകുന്ന തുണികളുടെ മൊത്തം കൊളാബ് ഫോട്ടോഷൂട്ട് നേരത്തെ തന്നെ എടുത്തു വെച്ചിരിക്കും. ഞാൻ ഒന്നാമത്തെ ആഴ്ച ഉണ്ട്, ഇങ്ങനെ 20 ദിവസം കഴിയും, ഞാൻ 20 ദിവസം അവിടെ സർവൈവ് ചെയ്തു, നിങ്ങൾ കാരണമാണ്. ഇതെല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ സുധിയുടെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുധിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പണ്ട് മുതൽ ഇന്ന് വരെയും രേണുസുതി എല്ലാം ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യലായിട്ട് സുധിയുടെ പേര് പറഞ്ഞ് വോട്ട് വാങ്ങിക്കുന്നു എന്നൊരു സാധനമില്ല. ജനറലായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, ആദ്യമേ സുധി ചേട്ടാ ആ സാധനം തന്നെയാണ് ഇപ്പോഴും, അതിനൊരു മാറ്റമൊന്നുമില്ല. ഇതാണ് രേണുസുതിയുടെ PR-ന്റെ കേസ്. അല്ലാതെ PR ഒന്നും ഉള്ളതായിട്ടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അറിയുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിനെതിരെ പ്രതികരിക്കുന്നതായിരിക്കും. ഇനി അടുത്ത് ഇന്നത്തെ താരം അനുമോളായിരുന്നു. അനുമോളെ ചുറ്റിപ്പറ്റിയാണ് ഇന്നത്തെ ബിഗ് ബോസ് വീടിന്റെ കഥ മൊത്തം പോയത്. അനുമോൾക്ക് അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വോട്ട് കിട്ടാനും ചാൻസ് ഉണ്ട്. ഈ ആഴ്ച എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ഒരു പക്ഷേ സേവ് ആവാൻ പോകുന്ന കണ്ടസ്റ്റന്റ് അനുമോള് തന്നെ ആയിരിക്കും. കാരണം ഇന്ന് വന്നിട്ടുള്ള ആര്യന്റെ മിഡിൽ ഫിംഗർ പൊക്കി കാണിച്ചിട്ടുള്ള ഇഷ്യൂ, ഇന്ന് രാവിലെ അനീഷുമായിട്ട് നടന്നിട്ടുള്ള ഇഷ്യൂ, ഈ ആഴ്ചയിൽ അക്ബർ ഖാനുമായിട്ട് നടന്നിട്ടുള്ള ഇഷ്യൂ, ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ അനുവിന് നല്ല പോസിറ്റീവാണ്. ഈ എല്ലാ കേസിനും അനു പാവമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് സാധനം കിട്ടും. മീൻസ് വിക്ടിം കാർഡ്. ഈ സാധനം ഡയറക്ട്ലി ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ട് പോയെങ്കിലും ഇൻഡയറക്ട്ലി അനുവിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിക്ടിം കാർഡാണ്. സംഭവം ആര്യം കാണിച്ച മിഡിൽ ഫിംഗർ അത് തെറ്റ് തന്നെയാണ്. അക്ബർ ഈ പറഞ്ഞ പോലെ വന്ന് ഈ മാനിപ്പുലേറ്റ് ചെയ്ത് അതിൻ്റെ കിടന്ന് വഴക്ക് കൂടി, അതും തെറ്റ് തന്നെയാണ്. ഷാനവാസ് കാണിച്ച തെറ്റ് തന്നെയാണ്, അനീഷ് കാണിച്ച തെറ്റ് തന്നെയാണ്. പക്ഷെ ഈ 4 സ്ഥലങ്ങളിലും അനു കരയുന്നുണ്ട്. അപ്പൊ കരയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കരച്ചിൽ കാർഡ്, വിക്ടിം കാർഡ് എല്ലാം ഓൾറെഡി കയ്യിൽ വരും. ഈ കാർഡുകൾ അനുവിൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം അനു സേഫ് ആണ്. പിന്നെ അനീഷിന്റെ ക്യാപ്റ്റൻസി പവർ എല്ലാം തെറിച്ചു. പക്ഷെ അനീഷ് ഇപ്പോഴും ഞാൻ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഞാൻ പറയും, ബുദ്ധിയില്ലാത്ത 18 പേരാണ് ആ വീട്ടിനകത്തുള്ളത്. ഇവരെന്തിനാണ് ഈ ക്യാപ്റ്റൻ അനുസരിക്കുന്നത്? കഴിഞ്ഞ വർഷം ഇത്രക്കാലം പവറുള്ള പവർ റൂം, അതിനകത്ത് 4 പേര്, പിന്നെ ഒരു ക്യാപ്റ്റൻ, 5 പേർക്ക് മൊത്തം ഫോൾ പവർ ഉണ്ടായിരുന്നു. ഈ 5 പേരെ എത്ര പേര് അനുസരിച്ചു? ആരെങ്കിലും കേട്ടോ? ആദ്യത്തെ ഒരാഴ്ച എല്ലാവരുടെയും സൗണ്ട് വരെ പൊട്ടിപ്പോയി. എന്നിട്ടും ഈ പവർ റൂമിലുള്ളവർ പറയുന്നതും കേൾക്കൂല, വല്ലപ്പോഴും വല്ല കാര്യവും കേൾക്കും. പിന്നെ ഒരു നിസാരപ്പെട്ട ക്യാപ്റ്റനെ അനുസരിക്കാൻ പോകുന്ന ഹൗസ്മേറ്റ്സ്, ഇവരനുസരിക്കുന്നത് കൊണ്ടാണ് കണ്ടന്റുകൾ പുതിയതായിട്ട് ഉണ്ടാവാത്തത്. ഇവരനുസരിക്കാതെ ഇങ്ങോട്ട് വരൂ ഷാനവാസ്, അങ്ങോട്ട് പോകൂ അനു, നീ പോടാ, നിന്റെ വീട്ടിൽ പോയി പറടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. അത് ഇനി ഇത് നോക്കി, ഇനി നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറയട്ടെ. ഇപ്പൊ പുതിയ ക്യാപ്റ്റൻ വന്നു, ഷാനവാസ് ആണ് പുതിയ ക്യാപ്റ്റൻ. ഇതിന് അടുത്ത ആഴ്ച അനീഷിന് ബുദ്ധി ഉണ്ടെങ്കിൽ അനീഷ് ഈ സാധനം എടുത്ത് പ്രയോഗിക്കും. ഷാനവാസ് വിളിക്കും, അനീഷ് ഇങ്ങ് വാ. അനീഷ് വരൂല. അനീഷ് നീ പോടാ, നീ എന്ത് ചെയ്യും? ബിഗ് ബോസ് ഇടപെടാനാണോ പോകുന്നത്? ബിഗ് ബോസ് ഇടപെടൂല, വഴക്കാവട്ടെ എന്ന് കരുതി ബിഗ് ബോസ് മിണ്ടാതിരിക്കും, ഇടപെടത്തേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ കണ്ടസ്റ്റൻസിന് ബുദ്ധി ഇല്ലാതെയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ് ഇനി അടുത്ത ആഴ്ച പോലും കേൾക്കത്തുമില്ല. മാത്രമല്ല, അനീഷിന്റെ ക്യാപ്റ്റൻസി വീട്ടുകാർ എല്ലാവരും മോശമെന്ന് പറയുമെങ്കിലും ഞാൻ പറയും, ക്യാപ്റ്റൻ കളിക്കേണ്ടത് ഇങ്ങനെയാണ്. അത് എൻ്റെ ഒപ്പീനിയനാണ്, ഈ ഹിന്ദിയും തമിഴൊക്കെ കണ്ടത് വെച്ച്. കാരണം ആ വീട് മൊത്തം അടക്കി ഭരിച്ച് അനീഷിന്റെ ക്യാപ്റ്റൻസി നമ്മൾ ബിഗ് ബോസ് മലയാളത്തിന്റെ ഹിസ്റ്ററിയിൽ എപ്പോഴെങ്കിലും ഒരു 10 വർഷം കഴിഞ്ഞ് നമ്മൾ മറക്കൂല. കാരണം അനീഷ് എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് വന്നു, അയാളുടെ ക്യാപ്റ്റൻസി എൻ്റെ പൊന്നെ വീട്ടുകാരെ മുഴുവൻ വിറപ്പിച്ച് തൊലച്ച് കൊളവാക്കി, അവർ മൊത്തം പ്രാഗി ഇല്ലേ. നമ്മൾ 10 വർഷം കഴിഞ്ഞാലും അനീഷിന്റെ ഈ ഫസ്റ്റ് ക്യാപ്റ്റൻസി നമ്മൾ മറക്കൂല. അത് അങ്ങനെയാണ് അനീഷ് സെറ്റ് ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞത്, മെമ്മറീസ് ഒരു സീസണിനകത്ത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പൊ എന്തോരം തരംഗമായി മാറിയതാണ് അനീഷിന്റെ ക്യാപ്റ്റൻസി പുറത്ത്. അതിനെല്ലാം കാരണം അനീഷ് ഈ ജയിലിലെ വാർഡനെ കണക്ക് നിന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഹോസ്റ്റൽ വാർഡനെ കണക്ക് നിന്നതുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ പോയത്. പക്ഷെ വീട്ടുകാരുടെ കണ്ണിൽ നോക്കുമ്പോൾ അത് ഭയങ്കര തെറ്റാ. പക്ഷെ ആസ് എ റിവ്യൂവർ ഞാൻ അത് നോക്കി കാണുമ്പം അനീഷ് ചെയ്തതാണ് ശരി. ഇനി വെറുപ്പിക്കലെന്ന് പറഞ്ഞാലും അയാൾ അവിടെ വേറെ കാണിക്കുന്നതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാലും കണ്ടന്റ് അനീഷ് തന്നെയാണ്. ഈ ഒരാഴ്ച അനീഷ് ഇല്ലാതെ ബിഗ് ബോസ് വീട് ഓടത്തില്ല.
ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ള ടോപ്പിക്കാണ് ജയിലിലേക്ക് അപ്പാനിയെ ഡയറക്റ്റ് ആയിട്ട് അനീഷ് പറഞ്ഞയച്ചു. അനുമോളെയും കൂടി വീട്ടുകാരെല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്തിട്ടു. നെവിനും ബിൻസിയും കൂടെ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഇന്ന് മിക്കവാറും എനിക്ക് തോന്നുന്നു ആ ഒരു ഇഷ്യൂവിൽ നെവിൻ സേവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നെവിൻ അതിനകത്തൊരു വ്യക്തമായ റീസൺ ജയിൽ നോമിനേഷനിൽ കൊടുത്തിട്ടും ബിൻസി ആ ടോപ്പിക്ക് എടുത്തിടുന്നത് കൊണ്ടാണ് നെവിൻ അവിടെ കത്തിക്കയറുന്നത്. നെവിനെ ജോലിയെ വെച്ച് അപമാനിച്ച് വീട്ടുകാരെ വിളിക്കുന്ന സാധനം നെവിന് പോസിറ്റീവായിട്ട് മാറും. ഒനിയൽ റെന വഴക്ക് എനിക്ക് ചുമ്മാ അത് സ്ക്രിപ്റ്റഡ് ഡ്രാമ പോലെയാണ് ഫീൽ ചെയ്തത്. സത്യം, രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് സ്ക്രിപ്റ്റഡ് ഡ്രാമ പോലെ. രേണു, അനീഷ്, സുതി കാർഡ് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. വിമൻ കാർഡ്, വിക്ടിം കാർഡ്, വിധവ കാർഡ്, ഈ 3 കാർഡിനും പുറമെ ആയിട്ട് 4ാമത് ഇന്ന് രേണു സുതി അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ സുതി കാർഡ്. രേണു സുതി, ഇതാരാ രേണു ഈ സുതി? എന്റെ സുതിച്ചേട്ടനെ പറഞ്ഞാലുണ്ടല്ലോ ഈ സാധനം പുറത്ത് കത്തും. നമുക്ക് ജനറലി ഇപ്പം നിങ്ങൾ പറയാം, അയ്യോ മരിച്ചു പോയ ഒരാളെ വെച്ച് ഇങ്ങനെ പറയാമോ അൻസിഫെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. ഞാൻ ലൈവ് അപ്ഡേറ്റ്, നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ അറിയാൻ പറ്റും, ലൈവ് അപ്ഡേറ്റിൽ ഞാൻ പറയുന്ന കാര്യമല്ല രാത്രി റിവ്യൂ പറയാൻ വരുന്നത്. ഞാൻ റിവ്യൂ പറയുമ്പം എൻ്റെ കണ്ണിൽ ഈ ബിഗ് ബോസിൻ്റെ 1.5 മണിക്കൂർ മൊത്തവും ഗെയിമാണ്. ലൈവ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഞാൻ കഥയാണ്, ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് കഥയാണ്. ഇതിങ്ങനെ പോലെ നടന്നു, അതിനകത്ത് ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, ഇങ്ങനെ നടന്നു, ഇവൻ മണ്ടനാണോ പൊട്ടനാണോ ഭ്രാന്തനാണോ എന്നൊക്കെ വന്ന് ഞാൻ പറയും. അത് ലൈവ്. എപ്പിസോഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതിനൊരു റിവ്യൂ കണ്ണുണ്ട്. അതിനൊന്ന് റിവ്യൂ ചെയ്ത് മൈൻഡ് ഗെയിമിൽ തിങ്ക് ചെയ്തൊന്ന് നോക്കണം. അപ്പോൾ എനിക്ക് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സുതി കാർഡ് ഇത് പുറത്ത് ഓടും, ഈ സുതി കാർഡ്. കാരണം ഇത് മരിച്ചുപോയ ഒരു ആർട്ടിസ്റ്റാണ്, അത്രയും മികപ്പരിയ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ വൈഫാണ്. അപ്പോൾ അയാളുടെ വൈഫിനെ ഇങ്ങനെ ഒരാളെടുത്തിട്ട് ഉപദ്രവിക്കുമ്പോൾ സുതി കാർഡ് ഇങ്ങനെ എറിഞ്ഞ് എൻ്റെ സുതിച്ചേട്ടൻ നീ പറയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പം അത് ഏക്കും ആ സാധനം. അവിടെ രേണു സുതി ബുദ്ധിയോടെ കളിച്ചു, മരിച്ചുപോയാണ് മരിച്ചുപോയി. അപ്പോൾ ഇനി ബുദ്ധിയോടെ കളിക്കുക എന്നുള്ളത് രേണു സുതിയോടെ വ്യക്തമായിട്ട് യൂസ് ചെയ്തു. പിന്നെ അനീഷിൻ്റെ പുതിയൊരു കോമണർ കാർഡ്. ഞാൻ പാവപ്പെട്ട വീട്ടിലെയാണ്, മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, നിന്റെ പോലത്തെ ഹോട്ടൽ എനിക്കില്ല, മറ്റതില്ല മറിച്ചതില്ല. ആ കാർഡ്, അനീഷിൻ്റെ ഈ കോമണർ കാർഡ് ലാലേട്ടനൊന്ന് പൊളിച്ചു കൊടുത്താൽ അത് വളരെ ഉപയോഗമായിരിക്കും. രേണുവിൻ്റെ സുതി കാർഡ് ലാലേട്ടൻ ഒരു കാരണവശാലും പൊളിക്കാൻ പറ്റത്തില്ല. കാരണം അത് അവരുടെ പേഴ്സണൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. മനസ്സിലായോ? പക്ഷേ ഈ പറഞ്ഞതുപോലെ അനീഷിൻ്റെ കോമണർ കാർഡ് പൊളിക്കാൻ ലാലേട്ടന് പറ്റും. അനീഷ് കോമണറാണ്, എനിക്കൊണ്ട് അങ്ങനെ പറ്റത്തുള്ളൂ, സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ ഞാൻ വന്ന് പെട്ടുപോയി എന്നുള്ള സാധനങ്ങളെല്ലാം ഇറക്കി ഒരു ലെവലിലാണ് ഇപ്പം കഥ കൊണ്ടുപോകുന്നത്. ദെൻ അക്ബർ എന്ന് പണിപ്പുരയിൽ പോയി സൂപ്പറായിട്ട് പോയി പ്ലേ ചെയ്തു, പേടിച്ചു പോയി. പക്ഷെ എന്നാലും പോയി വീട്ടിൽ കഴിക്കാൻ ഒരു തരി ആഹാരം ഇല്ലാതെ സൂപ്പർ പ്ലേ നടത്തി ഫുഡെല്ലാം കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. എല്ലാവരുമായിട്ട് പിണക്കമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി എല്ലാവർക്കും ഫുഡ് കൊടുത്തു. ഭയങ്കര സന്തോഷമായി വീട്ടുകാർക്ക്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാൻ നമുക്ക്. ഒരു കാര്യം കൂടെ ഉണ്ട്. നാളെ ഇനി ഔട്ടാവാൻ പോകുന്നത് ആരായിരിക്കും? ഒരു 4 പേര് ഡേഞ്ചർ സോണിലുണ്ട്. ഷൈത്യ, ഷാരിക, മുൻഷി രഞ്ജിത്ത്, നെവിൻ. ഇതിനകത്ത് എന്തായാലും ഇന്ന് നെവിന് നല്ല രീതിക്ക് ഒരു വോട്ട് കയറും. കാരണം നെവിൻ ഇന്നൊരു വഴക്കുണ്ടാക്കിയത് ഉറപ്പായിട്ട് നെവിന് ഗുണമേ ചെയ്യുള്ളൂ. നെവിൻ വോട്ട് കയറി ഇന്നത്തോടെ സേവ് ആവും മിക്കവാറും. ഷൈത്യ, ഷാരിക, മുൻഷി, ഇവർ 3 പേരാണ് ഡേഞ്ചറിൽ. ഈ 3 പേരിൽ നിന്നും മുൻഷി തന്നെ ആയിരിക്കാം സാധ്യത കൂടുതൽ. ഷൈത്യയുടെ കാര്യം അത്യാവശ്യം ചിലപ്പോൾ വോട്ട് കിട്ടാം. ഷാരികയും മുൻഷിയും നിൽക്കുമ്പോൾ മുൻഷിക്കായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് എ പ്രഡിക്ഷൻ. നമുക്ക് നോക്കാം. ജയിൽ ശിക്ഷയും പരാതിപ്പെട്ടികളും ഒക്കെ തന്നെ വീണ്ടും ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 7 ഓഗസ്റ്റ് 8-ാം തീയതിയിലെ ഡേ 5 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. രാവിലത്തെ പാട്ട്, ഒരു മധുര കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു. ഇതാണ്. രാവിലെ തന്നെ രേണു സുതി കരയുകയാണ് കണ്ണാടിയിൽ നോക്കി. കരച്ചിൽ കാർഡ് എടുക്കുന്നു. കിച്ചു കാർഡാണ് ഇറക്കുന്നത്. അവിടെ രേണു സുധീര പേരിൽ പുറത്തെന്തൊക്കെ വിവാദം ഉണ്ടായെന്ന് നമുക്കറിയാം. മൂത്ത മോനെ നോക്കുന്നില്ല, ഇളയ മോനെടുത്ത് മാത്രമേ സ്നേഹമുള്ളൂ. ഈ സാധനമൊക്കെ പുറത്ത് കുറെ വന്നതാണ്. അപ്പൊ രേണു സുധി, അമ്മയുടെ പൊന്നെ, അമ്മയുടെ കിച്ചു, അമ്മയുടെ ഋതപ്പൻ, അമ്മയുടെ ആത്മാവേ, അമ്മയുടെ ജീവനെ. ഞാനിങ്ങനെ 2-3 എണ്ണം അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓക്കെ പാവം നോക്കി വീട്ടിൽ പോവാത്ത 4ാമത്തെ ഡയലോഗ് മുതലാണ് അമ്മയുടെ ജീവനെ, ഓക്കെ അമ്മയുടെ ആത്മാവേ. അങ്ങനെ പറഞ്ഞു. അമ്മയുടെ ആത്മാവി കയറി വിളിച്ചപ്പോൾ എനിക്ക് അയ്യോ
പുതിയ ഗെയിം എന്തെല്ലാം കാര്യമാണ്. സോ ഇങ്ങനെ അട്ടിയായിട്ട് കാർഡുകൾ അടുക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതിനുശേഷമാണ് രേണു നമ്മുടെ അനുമോളും ഈ പറയുന്ന അനീഷുമായിട്ടൊരു വഴക്ക് നടക്കുന്നത്. അത് അനുമോള് മൈക്കിന്റെ ബാറ്ററി എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ ഇന്റൻഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. കറക്റ്റ് അത് നീ മുകളിൽ ഇരിക്കാതെ നീ താഴെ ഇറങ്ങി വാ കോമണർ കാർഡ് യൂസ് ചെയ്യുന്നു. മീൻസ് നീ മുകളിലുള്ളവളാണ്, ഞാൻ താഴെ നിൽക്കുന്നവരാണ്, നീ ഭൂമിയിൽ ചവിട്ടി ഇറങ്ങി വാ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടാക്കുന്ന ഒരു വിഷയം. ഞാൻ എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല വന്നത്, എപ്പിസോഡ് കണ്ടവരെ വന്ന് റിവ്യൂ കാണാവൂ. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഈ അനീഷ് ഇറക്കി വിടുമ്പോഴത്തേക്കും അനുമോള് തിരിച്ച് നല്ല രീതിക്ക് വർത്താനം പറഞ്ഞ് നീ എൻ്റെ അച്ഛനല്ല, അമ്മയല്ല, ചേട്ടനല്ല, ലവറല്ല, ഒന്നും നീ പറയണ്ട, അത് ഒടിച്ച് മടക്കി 16 അനീഷിന്റെ കൈ കൊടുക്കുന്നു. അടുത്ത് രേണുസുതി ഇങ്ങനെ കിടക്കുകയാണ്. രേണുസുതി ഇങ്ങനെ കിടന്നിങ്ങനെ കണ്ണിങ്ങനെ അടച്ച് വരുമ്പോഴത്തേക്കുമാണ് അനീഷ് നീ എന്തിനാ അവിടെ കിടന്നുറങ്ങുന്ന, പട്ടിയുടെ കുര കേൾക്കാനാണോ? അപ്പൊ രേണുസുതി ഭയങ്കരമായ ഒരു യുദ്ധം. ഈ യുദ്ധം നടത്തുന്നപ്പോഴാണ് രേണു എടാ എന്റെ പേര് രേണു അല്ല, രേണുസുതി, യു കോൾ മീ രേണുസുതി. അപ്പൊ ഞാൻ വിചാരിക്കുന്നേ യു കോൾ മീ രേണുസുതി, അതെന്തോന്ന് യു ക്യാൻ കോൾ മീ രേണുസുതി, നിനക്ക് എന്നെ രേണുസുതി എന്ന് വിളിക്കാൻ അങ്ങനെയില്ല. അപ്പൊ അത് കേട്ടെന്ന് എല്ലാവരും അപ്പൊ ഞാൻ എനിക്ക് തെറ്റിയതാണോ ഇനി രേണുസുതിക്ക് തെറ്റിയതാണോ, മൊത്തം കൺഫ്യൂഷൻ. പക്ഷേ രേണുസുതി പറഞ്ഞേ എന്റെ സുതി, അതപ്പം നിനക്ക് എന്നെ രേണുസുതി എന്ന് വിളിക്കാം, എന്റെ പേര് രേണുമോളെന്നല്ല, കേട്ടല്ല. അപ്പോഴ് ആരാ ഈ സുതി, ആരാണ് സുതി, എനിക്ക് ബാലൊന്നും വന്നിട്ട് എന്നെ മരിച്ചു പോയ ആളെപ്പറ്റി നീ പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതി ചിലപ്പോൾ ഇന്നസെന്റ്ലി ചിന്തിച്ച സാധനമായിരിക്കും, പക്ഷെ എനിക്ക് ഗെയിം വ്യൂവിലല്ലേ പറയാൻ പറ്റൂ. അപ്പം അനുമോള്, ഷാനവാസ്, അപ്പാനി എല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങുന്നു. നിനക്കറിയില്ലടാ സുതി, നിനക്കറിയില്ലടാ, നിനക്ക് ഒന്നും അറിഞ്ഞൂടാ, നിനക്ക് എനിക്കറിയില്ല, ഞാൻ ഇവിടെ ഇപ്പോൾ വന്നതാണ്, എനിക്കിവിടുത്തെ വേറെ ആരെയും ഒന്നും അറിയില്ല എന്നും പറഞ്ഞോടെ വൻ വഴക്കാണ് രേണുവും ഈ പറയുന്ന അനീഷും തമ്മിൽ. അനീഷിന്റെ വാക്ക് മുകളിലായി രേണു അലറി കീറുമ്പോഴത്തേക്കും അയ്യേ അനീഷിന്റെ അനീഷിന് രേണുവിന് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള സാധനം അവിടെ പറയുവാണ്. ഓക്കെ ഫൈൻ. ആ ടോപ്പിക്കിന് ശേഷമാണ് പിന്നീട് നമ്മുടെ കിച്ചണിൽ ഒനിയിലും റെനയുമായിട്ടുള്ള അടിയും വഴക്കം വരുന്നത്. തക്കാളി മുറിച്ച് അതിനകത്ത് 1-2 ഇടാൻ എന്തോ റെന പറയുന്നു. അപ്പം നീ അവിടെ നിനക്ക് ഒരു ടാലൻറ്റും ഇല്ല, കഴിവുമില്ല, ഇങ്ങനെ കീടാണുമാണ് നീ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വഴക്കാണ്. പക്ഷെ എനിക്കത് കണ്ടിട്ട് സാധാരണ ബിഗ് ബോസിൽ വഴക്കുണ്ടാകുമ്പോൾ എൻജോയ് ചെയ്യാറുണ്ട്. ഒനിയിലിന് സംഭവം അന്നേരം ഈ പറയുന്ന റെന ഉപദേശിക്കാൻ പോയത്, ഒനിയിൽ വലിയൊരു കുക്കാണ്, അപ്പം അത്രയും വലിയൊരു കുക്കിനെടുത്ത് വെട്ടിക്കൂട്ടി ഇതിട്ട് പറയുമ്പോഴത്തേക്ക് ഒനിയിൽ പേഴ്സണലി ഇത് ഇഷ്ടപ്പെടത്തില്ല. അതിൻ്റെ പേരിലുണ്ടായ തർക്കമാണ്. പക്ഷെ റെന പറയുന്നത് ഞാൻ ഇത്രയും ചെറിയ ഏജ് ആണെന്ന് കരുതിക്കൊണ്ടാണ് എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അനുമോൾ വിളിച്ചുകൊണ്ട് പോയി ഈ പ്രശ്നം അങ്ങ് ഒതുക്കി അങ്ങ് തീർക്കുന്നുണ്ട്. റെനയ്ക്കും അവിടെ അതിനെ ഒരു കോണ്ടന്റ് ആക്കി മാറ്റാൻ പറ്റിയില്ല, ഒനിയിലിനും പറ്റിയില്ല, അത് രണ്ടും പാളിപ്പോയി ആ സാധനം. അതിനുശേഷമാണ് വൺ ഓഫ് ദ മേജർ സാധനം വരുന്നത്. അക്ബർ പണിപ്പെട്ടി ടാസ്കിൽ ജയിച്ചിട്ട് നേരെ നമ്മുടെ പണിപ്പുരയിലേക്ക് പോകുന്ന സാധനമാണ്. പേഴ്സണൽ സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, പേഴ്സണൽ സാധനങ്ങളെ അവിടെ ഉള്ളൂ. അക്ബറല്ലേ ജയിച്ചത്, അക്ബറിന്റെ സാധനങ്ങളേ ഉള്ളൂ. ഫുഡ് ഐറ്റംസ് ഉണ്ട്, ഡ്രസ്സുണ്ട്. അപ്പൊ അക്ബർ പോയി തന്ത്രപൂർവ്വമായിട്ട് ഫുഡ് എടുത്തുകൊണ്ട് വരുന്നു. ഇതിന് ഞാൻ അസ് എ ഗെയിം വ്യൂവിലാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ ഇമോഷൻ ഇല്ല, ആരടുത്തും ഒരു സ്നേഹവും ഇല്ല, ഒന്നുമില്ല, ഫുൾ ഗെയിം. അക്ബർ പോയി അക്ബറിന്റെ ഡ്രസ്സും അതുപോലെ തന്നെ ബാക്കി സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിഷയം, ഒന്നാമത്തെ കേസ് വീട്ടിൽ കഴിക്കാൻ ആഹാരവും ഇല്ല. ഇത് എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് അക്ബറിന് ഒരു വോട്ട് പോലും കൂടുതൽ കിട്ടത്തില്ല. ആളുകൾ ആ അക്ബർ ജയിച്ചെന്ന് കൈകൊട്ടും. അതേസമയം പോയി ഫുഡ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഫുഡാണ്, എല്ലാവർക്കും കൊടുക്കാം, എല്ലാവരും കഴിക്കും. അക്ബർ പോയി നമുക്ക് ചെയ്തു എന്ന് പലരും പറയും, പ്രേക്ഷകരും പറയും, വോട്ടും വീഴും. അക്ബർ അടുത്ത ആഴ്ച നോമിനേഷനിലും ഉണ്ട്. എങ്ങനെ ഉണ്ട് അവിടെ? അക്ബർ സൂപ്പറായിട്ട് ആ സാധനം പ്ലേ ചെയ്യുന്നു. പിന്നീടാണ് ആര്യൻ ഇഷ്യൂ വരുന്നത്. ആര്യൻ ഇവളടുത്ത് മോതിര വിരൽ പൊക്കി കാണിക്കുന്നുണ്ട്. മറ്റേ ചീത്ത വിളിക്കുമല്ലോ, മിഡിൽ ഫിംഗർ പൊക്കി ചീത്ത വിളിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ മോതിര വിരൽ പൊക്കി കാണിക്കുന്നതിന്റെ യഥാർത്ഥ വാസ്തവം, നീ എന്താണ് ആ സംഭവം ഉദ്ദേശിച്ചത്? ഒരു കളി നിസാര കളിയിൽ തുടങ്ങി അത് വൻ വിഷയമായി മാറുന്നു. പക്ഷെ ആര്യന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അപ്പാനി ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, ആര്യനെ പറഞ്ഞ് വിലക്കുന്നില്ല, അനുവിൻ്റെ അടുത്ത് പോകുന്നുമില്ല. അക്ബർ വന്ന് ഇടയ്ക്കിടയ്ക്ക് കത്തിക്കയറിയിട്ട് അങ്ങ് പോകുന്നുണ്ട്. മീൻസ് അപ്പാനിയുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞു വിലക്കാൻ തയ്യാറാവുന്നില്ല. അത് എന്തുകൊണ്ട്? അടിയിൽ കൂടി എനിക്ക് അപ്പാനിയെ കുറിച്ച് ഞാൻ ഈ 5 ദിവസത്തിൽ നിന്ന് മനസ്സിലാക്കിയത്,
അപ്പാനിയേക്കാൾ വോയിസ് റൈസ് ചെയ്യുന്ന ആൾക്കാരെ പേടിയാണ്. അവരെ ഒതുക്കാനാണ് അപ്പാനി നോക്കിക്കൊണ്ടിരിക്കുന്നത്. RJ ബിൻസിയാണ് ബെസ്റ്റ് എക്സാമ്പിൾ. അപ്പാനി ഒതുക്കാൻ പോകുന്ന ഈ സാധനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അപ്പാനി ഇറങ്ങി ഒതുക്കൂല. അപ്പാനി ഡയറക്റ്റ് ആ വീട്ടിൽ സംസാരിക്കുന്നതും ബഹളം വെക്കുന്നതും ഈ പറയുന്ന അനീഷിന്റെ അടുത്തല്ലാതെ വേറെ ആരടുത്തും പറയത്തില്ല. ബിന്നിയെയാണ് അടുത്ത പൊതു ശത്രുവാക്കി ഈ പറയുന്ന അക്ബറും അപ്പാനിയും വെച്ചിരിക്കുന്നത്. കാരണം ബിന്നി ഗെയിം വ്യൂവിലെല്ലാം കാണുകയും ഗെയിമായിട്ട് സംസാരിക്കുന്ന ആളുമാണ്. എന്ത് കാര്യത്തിനും ആ കുട്ടിക്കില്ലേ, എനിക്ക് ഭയങ്കര പ്രൗഡാണ് സത്യം. ആർട്ടിസ്റ്റ് മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള പലരും വാ തുറക്കാതെ മിണ്ടാതിരിക്കുന്ന പല പല സീസൺസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കൊച്ച് എന്തൊരു സാധനമാണെന്ന് അറിയാമോ? സൂപ്പറായിട്ട് ആ കൊച്ചിന് സൗണ്ട് പറയുമ്പോൾ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് ആദ്യം പറയും. ഈ സൗണ്ട് എന്തോ കുറവെങ്കിൽ എന്താ, പോയിന്റുകൾ ഒരു പക്ക ബിഗ് ബോസ് ഗെയിമറാണ് കേട്ടോ. മെറ്റീരിയൽ അല്ല. മെറ്റീരിയലും ഗെയിമറും രണ്ടാണ്. മെറ്റീരിയൽ ഇസ് ദ മിക്സ്ചർ ഓഫ് എന്റർടൈൻമെന്റ്, ഫൺ, നാക്ക് എല്ലാം ഉണ്ട്, വഴക്ക്. ഇതല്ല, ഇത് ഗെയിമറാണ്. നല്ല മൈൻഡ് ഗെയിം അറിയാം. കറക്റ്റാ പോയിന്റ് പറയുന്നുണ്ട്, കറക്റ്റാ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബിന്നിയുടെ കേസിൽ. സീരിയസാ. അപ്പോ ബിന്നിയെയും ഞാൻ പറഞ്ഞു വന്ന വിഷയം മാറിപ്പോന്നു. അക്ബർ ഖാനും ഈ പറയുന്ന അപ്പാനിക്കും ബിന്നിയെ പേടിയാണ്. അതുപോലത്തെ ബിന്നിയെ ഒതുക്കാൻ നോക്കുകയാണ്. നല്ല രീതിക്ക് ബിന്നിയെ ഒതുക്കി തളയ്ക്കാനാണ് നോക്കുന്നത്. വേറെ ഒരു രക്ഷയില്ല. ബിന്നിയുടെ അടുത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ബിന്നിയെ ഒതുക്കണം. ബിന്നിയെ ഒതുക്കുകയും വേണം, ബിൻസിയെ അടിച്ച് വെളിയിലാക്കുകയും വേണം. ബിൻസിയുടെ മുമ്പിൽ നാക്കിൽ പിടിച്ചിരിക്കാൻ അവർക്ക് പറ്റൂല, അത് അവർക്ക് നല്ലതുപോലെ അറിയാം. ഈ സാധനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആര്യനെ ആയിക്കോട്ടെ ഇവരൊന്നും പറയില്ല. ഇവരുടെ ടീമിനകത്തുള്ളതാണ്. ഇപ്പൊ ഒരു ഗ്രൂപ്പായിട്ട് എന്നാണ് കളിക്കുന്നത്. ഈ ഗ്രൂപ്പ് ലാലേട്ടൻ വന്ന് പൊളിക്കണം നാളെ. അപ്പാനി പോ ഇങ്ങറ്റം, അക്ബറെ പോ അങ്ങറ്റം, രണ്ടുപേരുടെ ഗെയിം കളിച്ചാൽ മതി. ഇവിടെ ഗ്രൂപ്പ് കളി എന്നും വേണ്ട എന്നൊരു സാധനം വന്നു കഴിഞ്ഞാൽ ഇത് ശരിയാവും. കാരണം ഇപ്പം നമുക്ക് അപ്പാനിയുടെ ഗെയിം എന്താ, അക്ബറിന്റെ ഗെയിം എന്താന്ന് അറിയുമ്പോൾ രണ്ടും ഇങ്ങനെ പോവാ. ഇത് രണ്ടും ഇങ്ങനെ ആക്കി വിട്ടാൽ നമുക്ക് 2 വെറൈറ്റി ഗെയിംസ് കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് മെയിൻ നമ്മുടെ ഇന്ന് നടന്നതാണ് ക്യാപ്റ്റൻസിയിലെ നോമിനേഷൻസ്. അതിനകത്ത് സൂപ്പർ എന്ന് എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഷാനവാസിന്റെ പേര്, ബിന്നിയുടെ പേര്, അഭിശ്രീയുടെ പേര്, അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഷാനവാസ് എന്താ മാനിപ്പുലേറ്റർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അയാൾ തന്നെയാണ് ഈ ആഴ്ചത്തെ ഒരു കുറേ കണ്ടന്റുകൾ ഷാനവാസിന്റെ ഭാഗത്തുനിന്ന്. പിന്നെ ബിന്നിയുടെ പേര് കറക്റ്റാ നോമിനേഷനിൽ എല്ലാവരും കുത്തുന്നുണ്ട്. പക്ഷെ ആണുങ്ങൾ കുറേ പേര് ഈഗോയിസ്റ്റിക് കാരണം പറയുന്നില്ല. പെണ്ണുങ്ങൾ എല്ലാവരും കറക്റ്റ് ബിന്നി പറയുന്ന സാധനങ്ങളോട് അക്സെപ്റ്റ് ചെയ്യുന്നു. ബിന്നിയുടെ പേര് അവർ നോമിനേറ്റ് ചെയ്യുന്നു. അഭിശ്രീയുടേത് ടാസ്ക് വൈസ് അഭിശ്രീ ഇസ് ലൈക്ക് സൂപ്പർ ഓസം. ബിക്കോസ് അത്രയും 100% എഫർട്ട് ഇട്ട് ആണ് അഭിശ്രീ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും ലിമിറ്റേഷൻ ഉള്ള ഒരാളാണ്, കാലിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ പുള്ളി ഇന്നലത്തെ ഒരു സീനുണ്ട്, എൻ്റെ സോക്സ് എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് തരണം അക്ബറെ, കാരണം എനിക്ക് എൻ്റെ ഒരു കാല് കുറച്ച് വലുതാണ്, വളഞ്ഞു പോലെ. അപ്പോൾ അത് കാണിച്ച് എനിക്ക് ഇമോഷൻ കാണിക്കാനോ സെന്റിമെന്റ്സ് കാണിക്കാനോ തീരെ താല്പര്യമില്ല. അപ്പോൾ എൻ്റെ സോക്സ് വെച്ച് ഞാനത് മറച്ചു വെച്ചോളാം, പ്രശ്നം തീർന്നേ. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം എൻ്റെ ലിമിറ്റേഷൻ വെച്ചുള്ള വോട്ടോ അതിനുള്ള എനിക്ക് സഹതാപോ ഒരു ഇതും വേണ്ട എനിക്ക്. അല്ലാതെ ഞാൻ ചെയ്യുന്നതിനുള്ള സാധനം മതി. അപ്പം ഇവരെ ക്യാപ്റ്റൻസിയിൽ സെലക്ട് ചെയ്യുന്നു. ഷാനവാസാണ് വിജയിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് എ ലക്ക് ഗെയിം, ലക്കിലാണ്. പക്ഷെ അവരുടെ ഇതും അതിനകത്ത് ഉപയോഗപ്പെടുന്നുണ്ട്. ജയിൽ നോമിനേഷനിൽ അനീഷ് തന്ത്രപൂർവ്വമായിട്ട് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ കിട്ടുമ്പോൾ അപ്പാനി പൂട്ടുന്നു. കാരണം അപ്പാനിയാണ് അനീഷിന് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ളത്. അനീഷിന് എല്ലാവരെയും പേടിയാണ്. എന്നാലും അപ്പാനിയുടെ കയ്യിൽ അനീഷ് ഒതുങ്ങും. അപ്പം അതുകൊണ്ട് അപ്പാനിയെ പിടിച്ച് ജയിലിലടയ്ക്കുന്നു. ബാക്കി എല്ലാവരും കൂടി അനുമോളുടെ പേര് പറയുവാണ്. പക്ഷെ ഞാൻ ആക്ച്വലി ആലോചിക്കുകയാണ്, അനുമോളെ തന്ത്രപൂർവ്വമായിട്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി പൂട്ടിയതാണ്. കാരണം മീൻസ് ഓരോരുത്തരും പറയുന്ന റീസൺ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കേ അങ്ങനെയോ, അനുമോള് പ്ലാൻ ചെയ്യുന്നതോ, അങ്ങനെയോ ഇങ്ങനെയോ, അങ്ങനെ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ അനുമോളെ വിളിച്ച് അവരെന്ത് ചെയ്യുന്നു, ജയിലിൽ അടയ്ക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് നെവിൻ, നമുക്കറിയാം കുറെ ഫണ്ണും തമാശയും കളിയും ചിരിയൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ നെവിൻ എന്ത് ചെയ്യുന്നു, ബിൻസിയുടെ പേര് ജയിൽ നോമിനേറ്റ് ചെയ്തിട്ട് അതിനൊരു റീസൺ പറയുന്നത്, ഇന്നലെ നോമിനേറ്റ് ചെയ്തതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ച് ബിൻസി എടുത്ത് വെച്ച് സംസാരിച്ച് നിന്നെപ്പോലെ അതിൻ്റെ ഇടയിൽ കുറെ സംസാരം. അപ്പം ഞാനവിടെ കാരണം പറഞ്ഞല്ലോ, നിന്നെപ്പോലെ ഫാഷൻ കൊറിയോഗ്രാഫർ ആണെന്ന് പറഞ്ഞിട്ട് പേക്കോലത്തിൽ നടക്കുന്നവനല്ല ഞാൻ, പേക്കോലോ നിന്റെ വീട്ടിൽ പോയി വിളിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെ യമണ്ടൻ മുട്ടൻ അടിയാവാണ്. അതിനകത്ത് ന്യായം നെവിൻ്റെ പക്ഷത്താണ്. ബിക്കോസ് ജയിൽ നോമിനേഷനിൽ അവരവർക്ക് ഇഷ്ടമുള്ള കാരണങ്ങൾ പറയാം. ബിൻസി അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആളല്ല, ആരും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആളല്ല. അപ്പോൾ ഇതിനകത്ത് നടന്ന ആ ഇഷ്യൂവിനെ എടുത്ത് ബിൻസി അവിടെ ഇട്ട് അതിനെ കറക്കി ഒടിച്ച് തിരിച്ച് നാക്ക് കാട്ടി. അപ്പം ഷാനവാസും കൂടി ആ ഇഷ്യൂയിലേക്ക് വരുന്നു.
അപ്പൊ നീ ഇന്നലെ ഷാനവാസിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞില്ലേ, എടി പോടി വാടാ എടാ പോടാ മറ്റവനെ മറച്ചവനെ എന്ന് പറഞ്ഞ് രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാ ഇങ്ങനത്തെ ഫൈറ്റ് ആണ്, മീൻസ് നല്ല ഫൈറ്റ് ആവുന്നു. അവസാനം ഒരുവിധം ഒതുങ്ങി അങ്ങ് തീരുവാണ്, രണ്ടുപേരുടെ അടിച്ച് പിരിഞ്ഞ അവസ്ഥയാണ്. പക്ഷെ നെവിൻ അത് ഗുണം ചെയ്യും, ബിക്കോസ് ഹീസ് ഇൻ ദ നോമിനേഷൻ ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ഡേ. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നോമിനേഷൻ എൻ്റെ ആയി തീർന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ജയിലിനകത്താവുന്ന അപ്പാനിക്കും ഈ പറയുന്ന അനുമോൾക്കും ടാസ്കുകൾ വരുന്നുണ്ട്. ചപ്പാത്തി 25 ചപ്പാത്തി റൗണ്ടായിട്ടും 13 ചപ്പാത്തി ട്രയാങ്കിൾ ആയിട്ടും 12 ചപ്പാത്തി സ്ക്വയർ ആയിട്ടും കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ കഴിയുന്നു, അതെല്ലാം കഴിഞ്ഞവർ സൂപ്പറായിട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി അനുമോള് അപ്പാനിയുടെ അടുത്ത് കൺഫസ് ചെയ്യുകയാണ്, എന്നെ വ്യക്തിത്വമില്ലാത്തവളെന്ന്, നിലവാരമില്ലാത്തവളെന്ന്, നിലപാടില്ലാത്തവളെന്നൊക്കെ ഈ അനീഷ് വിളിക്കാൻ കാരണം അന്ന് ജിസേലിൻ്റെ ജട്ടി പൊക്കി നിങ്ങളിൽ ഒരാൾ ക്യാമറയിൽ കാണിച്ചു. അത് ആരാണെന്ന് ഇതുവരെ ഞാൻ അനീഷിൻ്റെ പറഞ്ഞിട്ടില്ല. അത് ആരാണെന്ന് പറയാത്തത് കൊണ്ടാണ് എനിക്ക് നിലവാരമില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ അപ്പാനി വിഷയം അറിഞ്ഞ് അവിടെ അനീഷിനെ വിളിച്ചു വരുത്തി ഭയങ്കരമായ വിഷയം ജയിലിനകത്ത് കിടന്നുകൊണ്ട് പുറത്തുനിന്ന് കിടന്നുണ്ടാക്കുന്നുണ്ട്. ജയിലൊക്കെ ഉദ്ഘാടനം ചെയ്തത് നാളെയൊക്കെ മുറിച്ച് അനീഷാണ്. അതിനുശേഷം ലാലേട്ടൻ്റെ ഒരു പരാതി പെട്ടി പോലത്തെ ഒരു സാധനം വരുന്നു, നിങ്ങൾക്ക് ഇതിനകത്ത് പരാതികൾ എഴുതിയിടാമെന്ന്. അങ്ങനെ പരാതിയെല്ലാം എല്ലാവരും എഴുതിയിടുകയാണ്. ഇതാണ് ഡേ 5. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നാളെ നമുക്ക് ലൈവ് അപ്ഡേറ്റ് ഇല്ല, ബിക്കോസ് നാളെ അവർക്ക് ഡ്രൈ ഡേ ആണ്, കണ്ടന്റ് ഒന്നും കാണത്തില്ല, അവർ വഴക്കുണ്ടാക്കില്ല, ചുമ്മാതെ ഇരിക്കും. നമുക്ക് നോക്കാം നാളെ ആര് സേവ് ആവും, എവിക്ഷൻ നടക്കുമെന്ന്. എൻ്റെ മനസ്സ് പറയുന്നു ഡബിൾ എവിക്ഷൻ നടക്കും, ബിക്കോസ് 7ന്റെ പണിയാണ്. അതുകൊണ്ട് ഡബിൾ എവിക്ഷൻ നടത്തിയിട്ട് വൈൽഡ് കാർഡിനും ചാൻസസ് ഉണ്ട് നാളെ. അപ്പം നമുക്ക് നോക്കി തന്നെ ഇരുന്ന് അറിയാം ആരൊക്കെ ഔട്ടാവും, വാഴും വീഴും എന്നൊക്കെയുള്ള. അപ്പം നാളെ ഞാൻ എവിക്ഷൻ അപ്ഡേറ്റുകളും ലാലേട്ടൻ്റെ പ്രൊമോ അപ്ഡേറ്റുകളും വീക്കെൻഡിൽ അപ്ഡേറ്റുകളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ.